നമസ്കാരം. വാശിയേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി താരസംഘടനയായ അമ്മ സാക്ഷ്യം വഹിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങൾക്കും സംഘടനയിലെ പൊട്ടിത്തെറികൾക്കും അതിനു പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലിന്റെ രാജിക്കും ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ അമ്മയുടെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിയത് വനിതകളാണ്. ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ശക്തനായ എതിരാളിയായ നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും അമ്മയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുള്ള നടൻ ദിലീപിനെ പിന്തുണച്ചുള്ള ദേവന്റെ നിലപാടുകളുമാണ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായത്. ദേവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു. വനിതാ സ്ഥാനാർത്ഥികൾ താക്കോൽ സ്ഥാനത്ത് വരുന്നതിൽ എതിർപ്പുള്ള അംഗങ്ങളുടെ വോട്ട് തനിക്ക് ലഭിക്കുമെന്നാണ് ദേവൻ പ്രതീക്ഷിച്ചിരുന്നത്. ശ്വേതാ മേനോനോട് വിയോജിപ്പുള്ളവരുടെ വോട്ടും ദേവൻ പ്രതീക്ഷിച്ചിരുന്നു. സൗമ്യമായ പെരുമാറ്റവും അംഗങ്ങൾക്കിടയിലുള്ള സ്വാധീനവും വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ മേഖലയിലുള്ള ദേവന് തന്റെ സമകാലികരായ അംഗങ്ങളുടെ വോട്ടും പ്രതീക്ഷിച്ചിരുന്നു. പുതിയ തലമുറയിൽപ്പെട്ടവരുടെ വോട്ടും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷവും ദിലീപിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ദേവൻ സ്വീകരിച്ചത്. ഇത് വനിതാ അംഗങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി. യുവാക്കളായ അംഗങ്ങൾക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. അതുപോലെ 5000 രൂപ കൈനീട്ടം നൽകുന്ന അമ്മയുടെ പദ്ധതി 10000 രൂപയായി ഉയർത്തുമെന്ന വാഗ്ദാനവും തിരിച്ചടിയായി. അതിനുള്ള വരുമാനം നിലവിൽ അമ്മയ്ക്കില്ലെന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു. നിലവിൽ 1 കോടിയിലേറെ രൂപ ഇതിനായി അമ്മ മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കേണ്ട വിഷയമാണ്. ദേവന് വിഷയത്തിൽ പ്രായോഗിക ബുദ്ധിയില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നത്. അമ്മയ്ക്ക് 200 കോടിയുടെ ആസ്തിയുണ്ടെന്ന ദേവന്റെ തുറന്നു പറച്ചിലും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം പാളിയതാണ് ദേവന് തിരിച്ചടിയായതെന്നാണ് വിവരം. അതേസമയം ശ്വേതാ മേനോനെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടുത്ത ആക്ഷേപങ്ങൾ ഒരു വിഭാഗം ഉയർത്തിയിട്ടും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല. ശ്വേതാ മേനോന്റെ എല്ലാ അംഗങ്ങളോടുമുള്ള ഊഷ്മളതയോടുള്ള പെരുമാറ്റമാണ് ഏറ്റവും അനുകൂലമായത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കള്ളക്കേസും അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും ശ്വേതാ മേനോന് അനുകൂലമായി പൊതുവികാരം ഉയർന്നതായാണ് വിലയിരുത്തൽ. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. നിലവിൽ പുതിയ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും താരസംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉണ്ണി ശിവപാൽ നടത്തിയിരുന്നു. അമ്മയുടെ ഒട്ടേറെ പ്രൊജക്ടുകളിൽ IT മേഖലയിൽ നിന്നുള്ള ഉണ്ണി ശിവപാൽ സജീവമായിരുന്നു. അമ്മയിലെ അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയതും എതിരാളിയായ അനൂപ് ചന്ദ്രനേക്കാൾ അംഗീകാരം നേടാനായി. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതായിട്ടാണ് വിലയിരുത്തൽ. ആകെ 504 അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത്. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. 387 പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. 70% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും 12% ഇടിവോടെ 298 പേരാണ് വോട്ട് ചെയ്തത്. 58% ഇത്തവണത്തെ പോളിംഗ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനെതിരെ രവീന്ദ്രനാണ് മത്സരിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയ്ക്കും ലക്ഷ്മി പ്രിയയ്ക്കും എതിരെ നാസർ ലത്തീഫാണ് മത്സരിച്ചിരുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തേക്ക് നേരത്തെ 13 പേർ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ അൻസിബ ഒഴികെ മറ്റു 12 പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരിച്ചിരുന്നത്. ഇതിൽ 4 സീറ്റ് വനിതാ സംവരണമാണ്. 7 ജനറൽ സീറ്റുകളും. കൈലാഷ് ജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടെനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയി മാത്യു, നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത്.